ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാത്തലിക് വോയിസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇറ്റലിയിലെ അസീസിയിലാണ്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അസീസി വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ക്ലാര പുണ്യവതി എന്നീ വിശുദ്ധരുടെ ജന്മസ്ഥലങ്ങളും അവരുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അസീസിയെ പറ്റി കേൾക്കാത്തവര് നമ്മിൽ ആരും ഉണ്ടാവില്ല. കാരണം വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ ക്ലാര, അതുപോലെ തന്നെ ഈ അടുത്ത് വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തിയ കാർലോ അക്കൂത്തിസ് തുടങ്ങിയ പുണ്യാത്മാക്കളെ കത്തോലിക്ക സഭയ്ക്ക് നൽകിയ ഒരു പട്ടണമാണ് അസീസി. ഇറ്റലിയുടെ മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അറിയപ്പെടുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഈ വിശുദ്ധരും അസീസിയുമായി ബന്ധപ്പെട്ട ഏതാനും കുറച്ചു കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവചരിത്രവും ഫ്രാൻസിസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അസീസിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ബസിലിക്കകളും മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസിന്റെ ബസിലിക്കയിലാണ്. താഴെയും മുകളിലുമായിട്ട് 2 ദേവാലയങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഖബറിടവും ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ ഒരു ആശ്രമവുമാണ് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ആകർഷണം. യൂറോപ്പിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ അസീസി ഏകദേശം 8-ാം നൂറ്റാണ്ട് മുതലാണ് തീർത്ഥാടന ശ്രദ്ധയാകർഷിക്കുന്നത്. 1228 ഈ ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിലെ പ്രമുഖരായ ചിത്രകാരന്മാരാണ് ബസിലിക്കകത്ത് ചിത്രങ്ങളൊക്കെ പരിശീലിക്കുന്നത്. ഇതിൽ പ്രധാനി ജോത്തോയാണ്. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം മുഴുവൻ 28 ചിത്രങ്ങളിലായിട്ട് വളരെ മനോഹരമായി വരച്ചു തീർത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ബസിലിക്കയ്ക്ക് ഉള്ളിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ ശൈലിക്ക് ബൈസന്റൈൻ സ്റ്റൈൽ എന്നാണ് അറിയപ്പെടുന്നത്. ജോത്തോയുടെ ആദ്യത്തെ 3 ഡയമെൻഷണൽ ചിത്രങ്ങൾ ഈ ബസിലിക്കകത്താണ് നമുക്ക് കാണാവുന്നത്. ബസിലിക്കകത്ത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ പഴയ വീഡിയോ ക്ലിപ്സാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിരിക്കുന്നത്. ബസിലിക്കയുടെ താഴെയായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരെ കാണുന്നതാണ് വിശുദ്ധ ഫ്രാൻസിസിന്റെ ഖബറിടം. അതിൻ്റെ വശങ്ങളിലായിട്ട് ആദ്യം വിശുദ്ധ ഫ്രാൻസിസിനെ അനുഗമിച്ചിരുന്ന തുണ സഹോദരന്മാരുടെ ഖബറിടങ്ങളും സ്ഥിതി ചെയ്യുന്നു.
ബസിലിക്കയിലെ താഴത്തെ ദേവാലയത്തെ പോലെ തന്നെ മനോഹരമാണ് മുകളിലേതും. അതിന് മുൻപിലായിട്ട് മനോഹരമായൊരു തോട്ടമുണ്ട്. മുകളിലെ ബസിലിക്കയിലും താഴത്തേതുപോലെ മനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസിന്റെ ബസിലിക്ക കണ്ടു കഴിഞ്ഞ് നമ്മളിനി പോകുന്നത് വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദേവാലയത്തിലേക്കാണ്. വിശുദ്ധ ഫ്രാൻസിസ് മരണമടഞ്ഞതും അദ്ദേഹത്തിൻ്റെ വിശുദ്ധന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്ന മറ്റൊരു ദേവാലയമാണ് നാം ഇപ്പോൾ കാണുന്നത്. ബസിലിക്ക ദി സാന്ത മരിയ ദെലി ആഞ്ചലി എന്നാണ് ഈ ബസിലിക്കയുടെ പേര്. വീട് വിട്ടിറങ്ങിയ വിശുദ്ധ ഫ്രാൻസിസ് ദാരിദ്ര്യത്തിലും എളിമയിലൊക്കെ തൻ്റെ ജീവിതം ആരംഭിച്ചത് ഈ സ്ഥലത്ത് നിന്നാണ്. നാം ഇപ്പോൾ കാണുന്ന ഈ ബസിലിക്ക വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയതാണ്. ആദ്യം ഈ സ്ഥലത്ത് ബെനഡിക്റ്റൈൻ സന്യാസിമാരെ പ്രാർത്ഥനയ്ക്കായി ഉണ്ടാക്കിയ ഒരു ചെറിയ കപ്പേളയും മറ്റ് ജോലികൾക്കായിട്ട് ഉപയോഗിക്കുന്ന ചെറിയൊരു കെട്ടിടം മാത്രമാണ് ഉണ്ടായിരുന്നത്. വീട് വിട്ടിറങ്ങിയ ഫ്രാൻസിസ് ഏകദേശം ഈ സ്ഥലത്താണ് തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി പരിചയമുള്ള എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ് പോർസിൻഗുള ദേവാലയം. ഈ ദേവാലയം ഈ ബസിലിക്കയ്ക്ക് അകത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നാം കേട്ടിട്ടുള്ളത് പോലെ, ഫ്രാൻസിസെ, നീ പോയി എൻ്റെ ദേവാലയം പുതുക്കി പണിയുക എന്ന സ്വരം ശ്രവിച്ചതിനു ശേഷം വിശുദ്ധ ഫ്രാൻസിസ് പുതുക്കി പണിത ദേവാലയങ്ങളിൽ ഒന്നാണ് പോർസിൻഗുള. നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ബസിലിക്കയുടെ അൽത്താരയുടെ മുൻപിലായിട്ടാണ് പോർസിൻഗുള ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് പോർസിൻഗുള ദേവാലയം. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളും ദൈവിക വെളിപാടുകളും ദർശനങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ പോർസിൻഗുള ദേവാലയത്തിൻ്റെ ചുവരുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ആകൃഷ്ടരായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് തുണ സഹോദരന്മാർ വന്നു ചേർന്നതൊക്കെ ഈ പോർസിൻഗ്വള ദേവാലയത്തിൽ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ വിശുദ്ധ ക്ലാരയുടെ ജീവിതം ആരംഭിക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ആകൃഷ്ടയായിട്ട് വിശുദ്ധ ക്ലാര ഒരു പുതിയ സന്യാസ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ കാരണമാകുന്നതും ഈ പോർച്ചുഗലിൽ വെച്ചിട്ടാണ്. ഈ ദേവാലയത്തിന്റെ പുറകിലായിട്ടുള്ളൊരു മുറിയിൽ വെച്ചാണ് വിശുദ്ധ ഫ്രാൻസിസ് മരണമടയുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ ബസിലിക്കയുടെ പുറകുവശത്തേക്കാണ്. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വേദനകളെ തന്നോട് ചേർക്കുക എന്നത് വിശുദ്ധ ഫ്രാൻസിസിന് എപ്പോഴും വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ സഹനങ്ങൾ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാനായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പരിത്യാഗ പ്രവൃത്തികളും വിശുദ്ധ ഫ്രാൻസിസ് അനുഷ്ഠിച്ചു പോന്നിരുന്നു. ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ തൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുക എന്നത് വിശുദ്ധ ഫ്രാൻസിസിനെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ശരീരത്തിലും മറ്റു പരിത്യാഗ പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിൻ്റെ വേദനയിൽ പങ്കുചേരാനായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി അത്യധികം ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഇപ്രകാരമാണ്. ക്രിസ്തുവിനേറ്റ മുറിവുകൾ തൻ്റെ ശരീരത്തിലും വരുത്തണമെന്ന ആഗ്രഹത്തോടെ ഒരുപാട് മുള്ളുകൾ നിറഞ്ഞ റോസാ ചെടിയിലൂടെ കിടന്ന് ഉരുണ്ട വിശുദ്ധ ഫ്രാൻസിസിന്റെ ചിത്രം വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവചരിത്രം വായിച്ച നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്.
റോസാ ചെടികളിലെ മുള്ളുകൾ മുഴുവൻ വിശുദ്ധ ഫ്രാൻസിസിന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറുകയും അന്നു മുതൽ ഈ ഭാഗത്തുണ്ടാകുന്ന റോസാ ചെടികൾക്ക് മുള്ളുകൾ കാണുന്നില്ല എന്ന ഒരു കഥയും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു പ്രത്യേക ഭാഗത്തുണ്ടാകുന്ന റോസാ ചെടികളിൽ ഇപ്പോഴും മുള്ളുകൾ ഉണ്ടാകുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ റോസാ ചെടികളുടെ കമ്പ് മുറിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്ത് നടുമ്പോൾ സ്വാഭാവികമായി മുള്ളുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നതും അസീസിക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ബസിലിക്കയിൽ നിന്ന് അടുത്തതായി നമ്മൾ പോകുന്നത് വിശുദ്ധ ക്ലാരയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിലേക്കാണ്. ഈ ദേവാലയത്തിലാണ് വിശുദ്ധ ക്ലാരയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1257 ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഏകദേശം 1260 വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ മൃതശരീരം ഈ ദേവാലയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. സാൻ ഡാമിയാനോയിൽ വെച്ച് വിശുദ്ധ ഫ്രാൻസിസിനോട് സംസാരിച്ച ക്രൂശിത രൂപം ഈ ദേവാലയത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നാം ഇപ്പോൾ കാണുന്നത് അതിന് സമാനമായിട്ടുള്ള ക്രൂശിത രൂപമാണ്. ഇത് യഥാർത്ഥ ക്രൂശിത രൂപം ഈ ദേവാലയത്തിൻ്റെ വലതുവശത്തുള്ള ഒരു കപ്പേളയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്കത് വീഡിയോ എടുക്കാനായിട്ടുള്ള അനുവാദമില്ല. ഈ ബസിലിക്കയുടെ താഴെയായിട്ടാണ്, അതായത് ഭൂഗർഭ ഭാഗത്തായിട്ടാണ് വിശുദ്ധ ക്ലാരയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരെ കാണുന്നതാണ് വിശുദ്ധ ക്ലാരയുടെ ഖബറിടം.
വിശുദ്ധ ക്ലാരയുടെ ഖബറിടത്തോട് ചേർന്നുള്ള മറ്റൊരു മുറിയിലെ വിശുദ്ധ ഉപയോഗിച്ചിരുന്ന സന്യാസ വസ്ത്രങ്ങളും സന്യാസ സഭാ നിയമങ്ങളും ഒക്കെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് സാൻ ദാമിയാനോയിലേക്കാണ്. ഇവിടെയാണ് വിശുദ്ധ ക്ലാര സന്യാസിനിയായി തൻ്റെ ജീവിതം ചെലവഴിച്ചതും മരിച്ചതും. അതുപോലെ തന്നെ ക്രൂശിത രൂപം വിശുദ്ധ ഫ്രാൻസിസിനോട് സംസാരിച്ചതും. ഫ്രാൻസിസെ, നീ എൻ്റെ ദേവാലയം പുതുക്കി പണിയുക എന്ന ക്രൂശിത രൂപത്തിൽ നിന്നുള്ള സ്വരം ശ്രവിച്ചത് സാൻ ദാമിയാനോയിൽ വെച്ചാണ്. വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ ആദ്യത്തെ സന്യാസ ഭവനവും ഇതുതന്നെയാണ്. ഇവിടെ വെച്ച് തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സൂര്യകീർത്തനം രചിച്ചതും. വിശുദ്ധ ക്ലാര പുണ്യവതിയും സഹസന്യാസിനിമാരെ താമസിച്ച ആദ്യ ഭവനവും സാൻ ദാമിയാനോയാണ്. ഇവിടെ വെച്ച് തന്നെയാണ് വിശുദ്ധ ക്ലാര പുണ്യവതി മരണമടയുന്നത്.
നമ്മൾ ഇനി പോകുന്നത് വിശുദ്ധ ഫ്രാൻസിസും സഹോദരന്മാരും പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവഴിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ്. അസീസി പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഏകാന്തമായി പ്രാർത്ഥിക്കാനാണ് സഹോദരന്മാർ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. നമ്മൾ ഈ സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസും സഹോദരന്മാരും പ്രാർത്ഥിക്കാനായി കണ്ടെത്തിയ ഗ്രോട്ടോകളും, അതായത് ഭൂഗർഭ അറകളും, ഏകാന്തമായി പ്രാർത്ഥിക്കുന്ന മറ്റു സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് ഏകാന്തമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ പ്രദേശത്ത് പല ഭാഗങ്ങളിലായിട്ട് വിശുദ്ധ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ തുണ സഹോദരന്മാരും പ്രാർത്ഥിച്ചിരുന്ന പല ഗുഹകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാഴ്ത്തപ്പെട്ട കാർലോ അക്കൂത്തിസിൻ്റെ ദേവാലയത്തിലാണ്. ഈ കഴിഞ്ഞ വർഷമാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ കാർലോ അക്കൂത്തിസിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ വാഴ്ത്തപ്പെട്ട കാർലോ അക്കൂത്തിസിൻ്റെ ഖബറിടത്തിലേക്ക് നമുക്ക് പോകാം. 1991 മെയ് 3 ലണ്ടനിലാണ് കാർലോ അക്കൂത്തിസ് ജനിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ആ കുടുംബം ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറുകയുണ്ടായി. ചെറുപ്പകാലം തൊട്ടേ ആഴമായ മരിയ ഭക്തി പ്രചരിപ്പിക്കുന്നതിലെ ഏറെ ശ്രദ്ധാലുവായിരുന്നു കാർലോ അക്കൂത്തിസ്.
എല്ലാ ദിവസവും ജപമാല ചൊല്ലുവാനും ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടക്കാതെയും കാർലോ നോക്കിയിരുന്നു. കാർലോ ഒരു നല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തമായി രൂപപ്പെടുത്തിയ വെബ്സൈറ്റിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ശേഖരിക്കുക പതിവായിരുന്നു. ലോകമെമ്പാടും ഉള്ള പല സ്ഥലങ്ങളിലായിട്ട് കത്തോലിക്ക സഭ അംഗീകരിച്ച 136 അത്ഭുതങ്ങൾ വളരെ മനോഹരമായിട്ട് കാർലോ ഈ പേജിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നാം കാണുന്നതാണ് വിശുദ്ധ കാർലോ അക്കൂത്തിസിന്റെ കബറിടം. ഒക്ടോബർ 12 തൻ്റെ 15ാമത്തെ വയസ്സിലെ ലുക്കീമിയെ ബാധിച്ചതിനെ തുടർന്നാണ് കാർലോ മരിക്കുന്നത്. മരണക്കിടക്കയിലായിരിക്കുമ്പോഴും തൻ്റെ എല്ലാ സഹനങ്ങളും ദൈവത്തിനും തിരുസഭയ്ക്കും പരിശുദ്ധ പിതാവിനും വേണ്ടി സമർപ്പിക്കുന്നുവെന്നാണ് കാർലോ പറഞ്ഞത്. തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് തൻ്റെ അമ്മയാണ് എന്ന് കാർലോ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ അസീസിയിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. കത്തോലിക്ക സഭയിലെ 3 പുണ്യാത്മാക്കളെയും അവരുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗോഡ് ബ്ലെസ് യു ഓൾ.